നിലവിൽ ഭൂട്ടാനിലുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം വെട്ടിച്ചുരുക്കി നാളെ ഡൽഹിയിലേക്ക് തിരികെ എത്തുകയാണ്. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നാളെ ക്യാബിനറ്റ് യോഗവും ചേരുന്നുണ്ട്. വി വിനോദ് ആണ് ചേരുന്നത്. വിനോദ്, ബീഹാർ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെയാണ് രാജ്യത്തെ നടുക്കിയ സ്ഫോടനത്തിന് രാജ്യ തലസ്ഥാനം സാക്ഷ്യം വഹിച്ചത് എന്നത് അങ്ങേയറ്റം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നാണക്കേട് കൂടി ഉണ്ടാക്കുന്ന ഒന്നാണ്. ഇതിന് പിന്നിൽ പാകിസ്ഥാനാണ് എന്നും പാകിസ്ഥാനിലെ തീവ്രവാദ സംഘടനയാണ് എന്നുമുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ. നേരത്തെ പ്രതിരോധ മന്ത്രി സൂചിപ്പിച്ചതുപോലെ അന്വേഷണ ശേഷം, കണ്ടെത്തലിന് ശേഷം എന്താണ് സംഭവിച്ചത് എന്ന് രാജ്യത്തെ ജനങ്ങളോട് കൃത്യമായി പറയുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി നാളെ തിരികെ എത്തുകയാണ്. അതിനുശേഷം കൂടുതൽ കൂടിയാലോചനകൾ, അതിനപ്പുറം ഭീകരർക്കുള്ള മറുപടി എന്നത് സംബന്ധിച്ചും നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയില്ലേ? അഭിലാഷ്, ഫരീദാബാദ് തീവ്രവാദ ഘടകവുമായി ബന്ധമുള്ളവർ തന്നെയാണ് ഇപ്പോൾ ഈ ആസൂത്രണത്തിന് പിന്നിൽ, ഈ സ്ഫോടനത്തിന് പിന്നിൽ എന്ന വിവരമാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഡോക്ടർ ഉമർ ഉൾപ്പെടെ ഈ വൈറ്റ് കോളർ ടെററിസം എന്ന നിലയിലേക്ക് ഉന്നത വിദ്യാഭ്യാസം നേടിയ ആളുകൾ തീവ്രവാദത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് ഇന്ത്യ വിലയിരുത്തുന്നത്. മാത്രമല്ല, വനിതകളെ കൂടി ഈ സംഘത്തിലേക്ക് കൊണ്ടുവന്ന് കൂടുതൽ ആക്രമണം നടത്തുക എന്ന ഒരു ലക്ഷ്യം കൂടിയുണ്ട്. ജെയ്ഷെ മുഹമ്മദ് ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകളിലേക്കാണ് ഈ അന്വേഷണം ഇപ്പോൾ കൂടുതൽ കേന്ദ്രീകരിക്കുന്നതും. ഇതുവരെയുള്ള അന്വേഷണത്തിൽ ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നിൽ ഫരീദാബാദ് ഘടകം തന്നെയെന്ന് വിലയിരുത്തുന്നു. സംഭവസ്ഥലത്ത് നിന്ന് കണ്ടെടുത്ത കാറിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹത്തിൻ്റെ DNA പരിശോധനാ നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിൽ ഡോക്ടർ ഉമറിൻ്റെ മാതാവിൻ്റെ DNA-യുമായി അതിൻ്റെ ഒത്തുനോക്കലാണ് ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത്. I-20 കാറിൻ്റെ യാത്രക്കാരൻ ഉമർ നബിയാണെന്ന കാര്യം രഹസ്യാന്വേഷണ ഏജൻസികൾ ഏറെക്കുറെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മറ്റാരും തന്നെ ഈ കാറിൽ ഉണ്ടായിരുന്നില്ല എന്ന ഒരു വിലയിരുത്തലുണ്ട്. കറുത്ത മുഖംമൂടി ധരിച്ചിരുന്നു എന്ന വിവരം വരുന്നുണ്ട്. ഫരീദാബാദിൽ വൻതോതിൽ അമോണിയം നൈട്രേറ്റ് പിടിച്ചതായ വിവരം ലഭിച്ചതിനെ തുടർന്ന് ഡൽഹി പോലീസ് ഉൾപ്പെടെ മറ്റ് ഏജൻസികൾ ഡോക്ടർ ഉമറിന് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുകയായിരുന്നു. ഫരീദാബാദ് വെടിയുള്ളിലെ ഭീകരനായ ഉമർ ഇതോടുകൂടി ഒളിവിൽ പോവുകയും ചെയ്തു. സ്ഫോടന സമയത്ത് കാറിൽ ഒറ്റയ്ക്കായിരുന്നു എന്നത് CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒരു സ്ഥിരീകരണത്തിലേക്ക് പോകുന്നത്. അതേസമയം മറ്റ് 2 പേരുടെ സഹായം ലഭിച്ചുവെന്ന സൂചനകളുണ്ട്. താൻ പിടിക്കപ്പെടുമെന്ന് ഭയന്ന് ഈ പരിഭ്രാന്തനായി ഭീകരാക്രമണം ആസൂത്രണം ചെയ്തുവെന്ന വിലയിരുത്തലിലേക്ക് പോകുന്നു. ഡിറ്റനേറ്റർ സ്ഥാപിച്ചാണ് ഈ സ്ഫോടനമെന്ന ചില നിഗമനങ്ങളുമുണ്ട്. I-20 കാറിനെ സംബന്ധിച്ച് ഡൽഹി പോലീസും അന്വേഷണ ഏജൻസികളും നേരത്തെ നടത്തിയ പരിശോധനയിൽ ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ ഈ കാർ എത്തിയതിൻ്റെ റൂട്ടിൻ്റെ CCTV മാപ്പിംഗ് പോലീസ് സ്പെഷ്യൽ സെൽ ശേഖരിച്ചു. ഇതനുസരിച്ച് കാർ അവസാനമായി കണ്ടത് ബദർപൂർ അതിർത്തിയിലാണ്. കാർ അവിടെ നിന്ന് ഡൽഹിയിൽ പ്രവേശിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. തുടർന്നുള്ള വഴി നിർണ്ണയിക്കുന്നുണ്ട്. മെട്രോ സ്റ്റേഷൻ്റെ ഗേറ്റ് നമ്പർ 1 സമീപമാണ് കാർ പിന്നീട് കണ്ടത്. ഇതിനു മുൻപ് ചെങ്കോട്ടയ്ക്കടുത്തുള്ള ഗാർഡൻ മോസ്കിന് സമീപം പാർക്കിംഗ് സ്ഥലത്ത് 3 മണിക്കൂർ മുൻപ് കാർ പാർക്ക് ചെയ്തിരുന്നു. വൈകുന്നേരം 3:19 കാർ പാർക്കിംഗ് സ്ഥലത്ത് പ്രവേശിക്കുകയും 6:48 പുറപ്പെട്ടു പോവുകയും ചെയ്തു. ഏകദേശം വൈകുന്നേരം 6:55 കൂടിയാണ് സ്ഫോടനം നടന്നത്. ഇതിലെ പാർക്കിംഗ് പ്രദേശത്തേക്ക് പ്രതി കടക്കുന്നതും പുറത്തേക്ക് പോകുന്നതുമായ ദൃശ്യങ്ങളും ലഭിച്ചിരുന്നു. ഇതിൻ്റെ ഉടമസ്ഥത സംബന്ധിച്ചുള്ള ചില അവ്യക്തതകൾ കൂടി നിലനിൽക്കുന്നുണ്ട്. 4 ഉടമകളെങ്കിലും മാറിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ സൽമാൻ എന്ന ആളുടെ ഉടമസ്ഥതയിലായിരുന്നു ഈ കാർ ഉണ്ടായിരുന്നത്. അത് പിന്നീട് നദീം എന്നൊരു മറ്റൊരാൾക്ക് വിൽക്കുന്നു. നദീം ഈ കാറിനെ ഫരീദാബാദിലെ റോയൽ കാർ സോണിലെ ഒരു കാർ ഡീലർക്ക് കൈമാറ്റം ചെയ്യുന്നു. അത് താരിഖ് എന്നൊരു ആൾ വാങ്ങി. പിന്നീടാണ് ഇത് ഉമറിൻ്റെ കയ്യിലേക്ക് എത്തുന്നത്. ഹരിയാനയിലെ ഗുരുഗ്രാം നോർത്ത് RTOയിൽ HR 267624 എന്ന നമ്പറിൽ മുഹമ്മദ് സൽമാൻ എന്ന വ്യക്തിയുടെ പേരിലാണ് കാർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പുൽവാമയിൽ രാത്രിയിൽ കഴിഞ്ഞ ദിവസം താരിഖിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. അങ്ങനെയാണെങ്കിൽ തന്നെയും കാറിൻ്റെ RC ബുക്ക് അതിൻ്റെ രജിസ്ട്രേഷനും അതിൻ്റെ രേഖകളും താരിഖിൻ്റെ പേരിലല്ല. 2015 താരിഖ് ഉമറിന് ഈ കാർ കൈമാറ്റം ചെയ്തതായും രേഖകളിൽ പറയുന്നുണ്ട്. ഇത്തരത്തിലാണ് ഈ കാറിൻ്റെ ഒരു കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ഒന്നുകിൽ വളരെ ആസൂത്രിതമായി പല കൈകൾ മറിഞ്ഞ് ഉമറിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ ഇവരറിയാതെ ഈ ആസൂത്രണം നടത്തി ഉമർ ഒരു കാറ് വേണമെന്ന നിലയിലേക്ക് പോവുകയും ഇങ്ങനെ ഒരു കാറ് സ്വന്തമാക്കുകയും ചെയ്യുന്നു. ഈ ചെങ്കോട്ട സ്ഫോടനത്തിൽ അമോണിയം നൈട്രേറ്റിൻ്റെ അംശം കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ഇതിൽ ഫോറൻസിക് ലാബിൻ്റെ റിപ്പോർട്ട് വരേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ അന്തിമമായി ഇക്കാര്യത്തിലൊരു സ്ഥിരീകരണം ഉണ്ടാകൂ. പക്ഷേ നമുക്കറിയാം, ഫരീദാബാദിൽ ഏതാണ്ട് 350 കിലോളം ആണ് അമോണിയം നൈട്രേറ്റ് പിടികൂടിയത്. അതിന് പിന്നാലെയാണ് അറസ്റ്റുകൾ ഉണ്ടായത്. അവിടെ
ഈ ഫരീദാബാദ് സംഭവവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ മുസമിൽ അഹമ്മദിനെയും പുൽവാമയിൽ നിന്നുള്ള ഡോക്ടർ ആദിൽ അഹമ്മദ് റാത്തറിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ലക്നൌവിൽ നിന്നുള്ള ഡോക്ടർ ഷഹീൻ ഷാഹിദിനെയും അറസ്റ്റ് ചെയ്തു. ഇതിൽ വനിതാ സെല്ലിനെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ അത് കോർഡിനേറ്റ് ചെയ്യുന്നതിനുള്ള ചുമതല ഈ വനിതാ ഡോക്ടർക്കായിരുന്നു നൽകിയിരുന്നത്. ഷഹീൻ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. പാകിസ്ഥാന് ഇതിൽ വലിയ പങ്കുണ്ട്. കാരണം ഈ ചാവേർ ആക്രമണത്തിന് ഇന്ത്യയിൽ കൂടുതലായി അല്ലെങ്കിൽ ഇനി വനിതകളെ കൂടി അങ്ങനെ ഉപയോഗിക്കുക എന്നൊരു നിലയിലേക്ക് ഈ തീവ്രവാദ സംഘടനകൾ പോകുന്നു എന്ന സൂചനയാണ് ലഭിക്കുന്നത്. ഏതായിരുന്നാലും ഭൂട്ടാനിലുള്ള പ്രധാനമന്ത്രി നാളെ രാജ്യത്ത് തിരിച്ചെത്തുന്നുണ്ട്. അതിനുശേഷം ക്യാബിനറ്റ് യോഗം ചേരുന്നുമുണ്ട്. അഭിലാഷ്. യെസ്, തീർച്ചയായും നാളെ പ്രധാനമന്ത്രി തിരികെ എത്തുമ്പോൾ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി എന്ത് സൂചനകളിലേക്കാണ് പോകുന്നത്? മാത്രവുമല്ല, ഈ ഭീകരാക്രമണങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഏത് നിമിഷവും പാക് ഭീകരരുടെ ഭാഗത്ത് നിന്ന് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ആക്രമണത്തിനുള്ള സാധ്യത അടക്കം മുൻകൂട്ടി കണ്ടിരുന്നതാണ്. അതിനിടയിലാണ് ഇത്തരം ശ്രമങ്ങൾ, അതായത് വനിതകളെ അടക്കം ഈ തീവ്രവാദ സംഘടനകൾ സ്ഫോടനത്തിന് വേണ്ടി നേരിട്ട് ഉപയോഗിക്കുക, ചാവേറുകളാക്കി ഉപയോഗിക്കുക എന്ന നിലപാടിലേക്ക് എത്തുകയും അങ്ങനെ വനിതാ സംഘങ്ങളെ അടക്കം പാകിസ്ഥാനിൽ തയ്യാറാക്കി നിർത്തുകയും ഒക്കെ ചെയ്യുന്നത്. അതിലേക്ക് എത്രത്തോളം സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ആകൃഷ്ടരായിട്ടുണ്ട് എന്നതെല്ലാം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നൊരു സാഹചര്യം കൂടിയാണ്. വി വിനോദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും വൻ ആഘാതത്തിലാണിപ്പോൾ ഉമർ നബിയുടെ കുടുംബാംഗങ്ങൾ. വീട്ടിലെത്തിയിട്ട് 2 മാസമായി എന്നും പ്രത്യേക പ്രാകൃതക്കാരൻ ആണ് ഉമർ എന്നുമാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. ന്യൂസ് 18 പ്രതിനിധി ഇഷാൻ വാനി ഉമർ നബിയുടെ വീട്ടിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഇനി പ്രേക്ഷകരിലേക്ക്. इनको ले गए थे 10 बजे माँ को आज सवेरे लेट गए वो लोग। ये सर्च भी हुआ यहाँ पे? हाँ हो गई तलाशी, आप देख सकते हो। So immediate family of Dr. Umar who was saying that they had no clue about if he had any role or if he had anything to do with any of these activities, but he was a doctor. This is his house that we are inside right now, and this is a small house located in Pulwama. This is a few kilometers away from where we were reporting earlier, and the woman we just spoke to is the wife of his brother. And you will notice that this small area around this place is where Dr. Umar lived, and few years back, as his family has pointed out, that he moved out of Kashmir Valley to pursue a job there. And my VJ will be able to show you, this is the residence of Dr. Umar. Police has thoroughly searched the entire house since yesterday, and they have been trying to ensure that they are able to bring those clues and leads together so that they could establish the crime. But the family is in shock. Most of those who could be possibly related to the family have been taken into custody, and the further investigation is underway. But as we spoke to his family, they are saying that they had no clue about if he was going to do any of this incident, this sort of nature. He has never had any kind of radicalization in his mind, and he was never radicalized, and he was always friendly to people. But the fact is that today, the path that Umar has chosen is something which has shocked the family, though the investigation is underway. This entire episode of Pulwama is there because this entire area where people have been picked up is within the radius of 5 to 6 kilometers. 1. 2, this doctor Umar was also working in the same hospital where Dr. Adil was working, who was first seen pasting the posters on the outskirts of Srinagar, and later on an AK-47 rifle was recovered from his Anantnag hospital where he was working earlier. So both of them were working in the same hospital. So that's why all the Faridabad, UP and Haryana and Jammu and Kashmir links are being right now connected, and the investigation is underway to find if they could find any further leads and if there are any further people who could be part of this group or planning to carry out any attack. യെസ്, ആ കുടുംബത്തിൽ നിന്ന് നേരിട്ടുള്ള റിപ്പോർട്ടാണ്. കുടുംബ പശ്ചാത്തലമടക്കം ആണ് ഇപ്പോൾ വിവരിച്ചത്. പക്ഷേ കുടുംബാംഗങ്ങളെല്ലാം വലിയ ഞെട്ടലിലാണ്. അവർ ഇങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അതായത് തീവ്രവാദ സംഘടനകളുമായി ഉമറിന് ബന്ധമുണ്ട് എന്നത് പ്രതീക്ഷിച്ചില്ല എന്ന് തന്നെയാണ്. മാത്രമല്ല, വീട്ടിലേക്ക് എത്തിയിട്ട് 2 മാസമായി എന്നും കുടുംബാംഗങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന ഡോക്ടർമാർ അടക്കമുള്ളവർ ഈ തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് ആകൃഷ്ടരാകുന്നു, അങ്ങനെ ഒരു കണ്ണി തന്നെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന സംശയവുമാണ് ബലപ്പെടുന്നത്. രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കേറ്റ മുറിവാണ് ഡൽഹിയിലുണ്ടായ സ്ഫോടനം എന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞത്. ശക്തമായ മതേതരത്വം ഉടയ്ക്കാനുള്ള ശ്രമമായിരുന്നു നടന്നത്. കുറ്റവാളികളെ പിടിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ ശക്തമായി മുന്നോട്ട് വരും. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. അന്വേഷണത്തിൻ്റെ വഴിയെ ഒരുപക്ഷെ ഫലവത്തായ ഒരു റിപ്പോർട്ട് ലഭിക്കുന്നതിനുള്ള പശ്ചാത്തലം ഒരുങ്ങിയിട്ടുണ്ടെന്ന് തന്നെയാണ്
അറിയിക്കുന്ന ആരായാലും ശരി തന്നെ ശക്തമായി നേരിട്ടിരിക്കും. കഴിഞ്ഞ 30 ദിവസത്തിനിടയ്ക്ക് 8 അറ്റംപ്റ്റുകൾ നമ്മൾ തകർത്തു എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ അങ്ങനെ ഒരു ലക്ഷ്യം, അതിനു വേണ്ടുന്ന ജാഗരൂകത ഇതെല്ലാം പുട്ട് ഇൻ പ്ലേസാണ്. ഏറ്റവും വലിയ മെഷ് വർക്ക് ഒരുപക്ഷെ ആന്ധ്രയിലും, ആന്ധ്ര എന്ന് പറയുമ്പോൾ തെലങ്കാന, കേരളം, തമിഴ്നാട്, കർണാടകയൊക്കെ ശക്തമായ വല വിരിച്ചിട്ടുണ്ട്. സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളവും അതിൽ പെടുന്നുണ്ട്. കേരളത്തിൽ തന്നെ തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്തും സുരക്ഷ ശക്തമാണ്. കേരള പോലീസ്, ഇന്ത്യ റിസർവ് ബറ്റാലിയൻ, ആന്റി ടെററിസ്റ്റ് സ്ക്വാഡും ആണ് ക്ഷേത്രത്തിന്റെ സുരക്ഷ ഇപ്പോൾ ഏറ്റെടുത്തിട്ടുള്ളത്.